ഇന്നത്തെ നമ്മുടെ യാത്ര മധുര നഗരത്തിലൂടെ ഏർവാടിയിലേക്കാണ്. മധുര നഗരത്തിന് തൂങ്ക നഗരം എന്നൊരു പേര് കൂടിയുണ്ട്. അത് ഞാൻ അവിടെ ചെന്നപ്പോഴാണ് അറിയുന്നത്. ഞങ്ങൾ പോയത് അമൃത എക്സ്പ്രസ്സിനായിരുന്നു. അതും എറണാകുളം നോർത്തിൽ നിന്നാണ് ഞങ്ങളുടെ യാത്ര ആരംഭിച്ചത്. ഞങ്ങളുടെ താമസ സ്ഥലം ആലുവയിലാണെങ്കിൽ പോലും എറണാകുളം നോർത്ത് തിരഞ്ഞെടുക്കാനുള്ള കാരണം ആലുവയിൽ 1 മിനിറ്റാണ് ട്രെയിൻ വെയിറ്റ് ചെയ്യുക. അതേസമയം എറണാകുളം നോർത്തിൽ ഏകദേശം അരമണിക്കൂറോളം ട്രെയിൻ വെയിറ്റ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് നമുക്ക് സാവധാനം അതിൽ കയറാനും സീറ്റ് പിടിക്കാനും എല്ലാം ഒരു സാവകാശം കിട്ടും. അതുകൊണ്ടാണ് ഞങ്ങൾ എറണാകുളം നോർത്തിൽ നിന്ന് തന്നെ കയറിയത്. പക്ഷേ ഇവിടെ ഇത് 1 മണിക്കൂറോളം ഡിലേ ആയിരുന്നു. 12 മണിക്ക് യാത്ര ആരംഭിക്കേണ്ട ട്രെയിൻ 1:15-നാണ് എറണാകുളത്ത് നിന്ന് യാത്ര ആരംഭിച്ചത്. മധുരയിലേക്ക് എത്താൻ വേണ്ടിയിട്ട് ഏകദേശം ഒരു 9 മണിക്കൂർ എടുത്തു കേട്ടോ. ഇത് നമ്മുടെ ഈ ഒരു എറണാകുളം റെയിൽവേ സ്റ്റേഷൻ്റെ റീഡെവലപ്മെൻറ്റ് മിനിയേച്ചർ സ്ട്രക്ചർ അവിടെ ഉണ്ടാക്കി വെച്ചിരിക്കുന്നതാണ്. നല്ല മനോഹരമായിട്ട് ഇനി അവർ ചെയ്യാൻ ഉദ്ദേശിച്ചേക്കുന്ന സ്ട്രക്ചർ അവിടെ ക്രിയേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. 1:15-ന് ട്രെയിൻ പ്ലാറ്റ്ഫോം വിട്ട് പോകുമ്പോൾ നല്ല തിരക്കായിരുന്നു. വീഡിയോ പിടിക്കാൻ പോയിട്ട് മര്യാദക്കൊന്നും നിൽക്കാൻ പോലും പറ്റുന്നുണ്ടായിരുന്നില്ല. തൃശ്ശൂർ പാലക്കാട് എത്തിയപ്പോഴാണ് അതിലെ ആൾക്കാർ ഒക്കെ ഇറങ്ങി ഞങ്ങളൊന്ന് ഫ്രീ ആയത്. അതിനുശേഷം ഇരിക്കാനും ഞങ്ങൾക്ക് ആ ഒരു കമ്പാർട്ട്മെൻറ്റ് ഫുള്ള് ഞങ്ങളുടെ ഫാമിലിക്ക് ഇരിക്കാനുള്ള സെറ്റപ്പൊക്കെ ആയിട്ട് കിട്ടി. ബർത്തൊക്കെ കിടക്കാൻ പാകത്തിന് കിട്ടി. അങ്ങനെ റെസ്റ്റ് എടുത്തു. 8 മണിയായപ്പോൾ നമ്മൾ ഡിണ്ടിഗൽ എത്തിയിട്ടുണ്ട്. പിന്നെ ഈ ഒരു എറണാകുളം നോർത്ത് നിന്ന് മധുരയിലേക്ക് നമുക്ക് ഒരാൾക്ക് 120 രൂപയാണ് റേറ്റ് വന്നത്. അത് നമ്മൾ ജനറൽ കമ്പാർട്ട്മെൻ്റ് ആയിരുന്നു. അപ്പോൾ ഇതാണ് ഡിണ്ടിഗലിൻ്റെ മനോഹാരിത കേട്ടോ. ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് വിൻഡ് മില്ലൊക്കെയാണ്. കൂടുതൽ ഇവിടെ മലകളും കൃഷിയും ഒക്കെ ആയിട്ട് നല്ല രസമാണ് കാണാൻ വേണ്ടിയിട്ട്. അങ്ങനെ ഒരു 10 മണിയായപ്പോൾ നമ്മൾ മധുര ജംഗ്ഷനിൽ എത്തിയിട്ടുണ്ട്. അപ്പോൾ ഇവിടെ നിന്ന് നമ്മൾ നേരിട്ട് ഏർവാടിക്ക് ബസ്സിന് പോകാം എന്നുള്ള പ്ലാനിലാണ് വീട്ടിൽ നിന്ന് ഇറങ്ങിയത്. ഇതിന് മുമ്പ് വന്നപ്പോഴും നമ്മൾ ഈ രീതിയാണ് ഫോളോ ചെയ്തത്. പക്ഷേ ഇവിടെ വന്നു കഴിഞ്ഞപ്പോൾ നമുക്കറിയാൻ പറ്റിയത് ട്രെയിനിൽ പോകുകയാണെങ്കിൽ ഒരു 4 മണിക്കൂറിൽ ഏർവാടിക്ക് തൊട്ടടുത്ത് ചെല്ലാൻ പറ്റും. അപ്പോൾ അവിടെ നിന്ന് കുറച്ച് നേരം മാത്രം ബസ്സിലിരുന്നാൽ മതി. അപ്പോൾ അത് കുറച്ചുകൂടി കംഫർട്ട് ആയതുകൊണ്ട് നമ്മൾ ട്രെയിനിൽ പോകാമെന്ന് വിചാരിച്ചു. അത് 1:50-നായിരുന്നു ട്രെയിൻ. അപ്പോൾ അത്രയും നേരം നമ്മളിവിടെ വെയിറ്റ് ചെയ്യണം. അങ്ങനെ നമ്മൾ അവിടെ നിന്ന് നേരെ ഒന്ന് ഫ്രഷ് ആവാൻ വേണ്ടിയിട്ട് 2nd ക്ലാസ് വെയിറ്റിംഗ് ഹാളിലേക്കാണ് പോയത്. അവിടുത്തെ ബാത്റൂമൊക്കെ എടുത്ത് പറയേണ്ട കാര്യമാണ്. ഞാൻ വിചാരിച്ചത് തമിഴ്നാടെന്ന് പറയുമ്പോൾ കുറച്ച് വെള്ളത്തിൻ്റെ കാര്യത്തിൽ കുറച്ച് പ്രശ്നമായിരിക്കും എന്നാണ് വിചാരിച്ചത്. പക്ഷേ നീറ്റ് ആൻഡ് ക്ലീൻ ആണ്. അപ്പോൾ നമ്മൾ ട്രാവൽ ചെയ്യുമ്പോൾ ഇതുപോലുള്ള ഏരിയ എടുക്കുകയാണെങ്കിൽ കുറച്ചുകൂടി നല്ലതായിരിക്കും ഗൈസ്. നമ്മളുടെ ഒരു ദിവസം വെറുതെ നശിച്ചു പോകില്ല. പിന്നെ ഇവിടെ കുറേ ക്ലോക്ക് റൂംസും അവൈലബിൾ ആണ്. അത് കഴിഞ്ഞ് നമ്മൾ സ്റ്റേഷൻ്റെ തൊട്ടടുത്തുള്ള കമ്പകം ഹോട്ടലിൽ പോയാണ് ഫുഡ് കഴിച്ചത്. ഇവിടെ നമുക്ക് അഫോർഡ് ചെയ്യാൻ പറ്റാത്തൊരു കാര്യം ഉണ്ടെങ്കിൽ ഫുഡാണ്. ഫുഡും അതുപോലെ നമ്മൾ ട്രാവൽ എക്സ്പെൻസ് ഉണ്ടല്ലോ, വാഹനങ്ങൾ ഏതെടുത്താലും നല്ല റേറ്റാണ്. ഒരു പൊറോട്ടയ്ക്ക് 33 രൂപ വിലയുണ്ട്. ചോറാവുമ്പോൾ 120, ചപ്പാത്തിക്ക് 25, അതുപോലെ നമ്മുടെ മസാല ദോശയാണെങ്കിൽ 90 രൂപ. ആ ഒരു റേറ്റ് വരുന്നുണ്ട്. ഈ ഒരു ഹോട്ടൽ കുറച്ച് വൃത്തിമേനെ ഉണ്ടായി. തൊട്ടപ്പുറമൊക്കെ അത്ര നീറ്റ് ആൻഡ് ക്ലീൻ അല്ല. നമുക്ക് അങ്ങനെ കഴിക്കാനുള്ള ഒരു മാനസികാവസ്ഥ വരില്ല. പക്ഷേ ഇത് കുറച്ച് നീറ്റായിരുന്നു. അതുകൊണ്ടാണ് നമ്മൾ ഇവിടെ വന്നത്. അത്യാവശ്യം തരക്കേടില്ലാത്ത ഫുഡ് തന്നെ ആയിരുന്നു. സാമ്പാറാണ് നിങ്ങൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത് ഗൈസ്. അങ്ങനെ ഫുഡ് കഴിച്ച് ആണുങ്ങളൊക്കെ തൊട്ടടുത്ത് തന്നെ പള്ളിയുണ്ട്. അവിടെ പോയി നമസ്കാരമൊക്കെ കഴിഞ്ഞ് വന്ന് നമ്മളൊന്ന് ഫ്രഷായി 1:45 ആയപ്പോഴേക്കും പ്ലാറ്റ്ഫോമിൽ ട്രെയിൻ വന്നിട്ടുണ്ടായിരുന്നു. നമ്മളങ്ങോട്ട് കയറാൻ പോവുകയാണ്. അപ്പോൾ സൈഡിലെ വാളൊക്കെ നല്ല നല്ല പിക്ചേഴ്സ് വെച്ച് ഡെക്കറേറ്റ് ചെയ്തിട്ടൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. ഇവിടെയൊക്കെ നല്ല നീറ്റാണ്. ഇപ്പോൾ പണ്ടത്തെ പോലെയൊന്നും അല്ല. അങ്ങനെ നമ്മൾ അടുത്ത പ്ലാറ്റ്ഫോമിലാണ് പോകേണ്ടിരുന്നത്. അങ്ങനെ സ്റ്റെപ്പൊക്കെ കയറി നമ്മൾ അപ്പുറത്തെത്തി. നമ്മൾ ഇവിടുന്ന് മധുരൈ രാമേശ്വരം സ്പെഷ്യലിനാണ് കയറുന്നത് 1:50-നുള്ളത്. ഇത് കറക്റ്റ് 3:30-ന് രാമനാഥപുരത്ത് എത്തും. ഒരാൾക്ക് 45 രൂപയാണ് റേറ്റ് വന്നത്. ഞങ്ങൾ കയറിയപ്പോൾ അത്യാവശ്യം തിരക്കുണ്ടായി. എന്നാലും ഇരിക്കാനുള്ള സ്പേസ് ഉണ്ടായിരുന്നു കേട്ടോ. ഞങ്ങൾ 2-3 ഇതിലായിട്ട് സ്പ്ലിറ്റ് ചെയ്ത് പോയിന്നേ ഉണ്ടായിരുന്നുള്ളൂ. കുട്ടികൾക്കും എല്ലാവർക്കും ഇരിക്കാനുള്ള ഗ്യാപ്പൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ ഈ ഒരു ട്രെയിനിൽ കയറിയ ഭൂരിഭാഗം പേരും തമിഴ് സംസാരിക്കുന്ന ആ ഒരു ആൾക്കാരായിരുന്നു. നമ്മുടെ മലയാളീസ് വളരെ കുറവായിരുന്നു. അങ്ങനെ ട്രെയിൻ മൂവ് ഓൺ ചെയ്തിട്ടുണ്ട്.
അങ്ങനെ കറക്റ്റ് 3:30 നമ്മൾ രാമനാഥപുരത്ത് എത്തിയിട്ടുണ്ട്. അപ്പോൾ ഇവിടെ നിന്ന് ആദ്യം വിചാരിച്ചത് ഈ പറഞ്ഞ പോലെ നമ്മുടെ വീട്ടിൽ നിന്നുള്ള പ്ലാനിങ് ആയിരിക്കില്ല, നമ്മുടെ യാത്രയിൽ ഉടനീളം പ്ലാനല്ലോ, നമ്മൾ സ്വന്തം വണ്ടിയൊക്കെ ആണെങ്കിൽ ആ രീതിയിൽ പോവാം. അപ്പോൾ ഇവിടെ നിന്ന് ബസ്സിന് പോകാമെന്നാണ് വിചാരിച്ചത്. പക്ഷെ അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ 600 രൂപയ്ക്ക് നമുക്ക് ഏർവാടി ദർഗയുടെ തൊട്ടടുത്ത് കൊണ്ടുപോകാമെന്ന് പറഞ്ഞതുകൊണ്ട് 10 പേരുണ്ട്. അപ്പോൾ ബസ്സിൻ്റെ റേറ്റ് നോക്കിയാൽ ഏകദേശം ആ രീതിയിൽ വരും. അതുകൊണ്ട് തന്നെ നമ്മൾ ഓട്ടോയ്ക്ക് പോകാമെന്ന് വിചാരിച്ചു. അങ്ങനെ നമ്മൾ നേരെ ഓട്ടോ സ്റ്റാൻഡിലേക്ക് നടന്നുകൊണ്ടിരിക്കുവാണ്. വഴിയരികിൽ നിറയെ ഇതുപോലെ കുക്കുംബറും അതുപോലെ കശുമാങ്ങയുടെ പഴവും പനങ്കരിക്ക് പിന്നെ ദുരിയാമ്പഴം ഇല്ലേ, അതൊക്കെ കുറേ സ്ഥലങ്ങളിൽ കണ്ടു കേട്ടോ. നല്ല രസമായിട്ട് അവരിങ്ങനെ അറേഞ്ച് ചെയ്ത്, പക്ഷെ നല്ല കത്ത് റേറ്റാണ് ഗൈസ്. നമ്മുടെ പനങ്കരിക്ക് എടുത്താൽ തന്നെ ഒരു പനങ്കരിക്കിന് അവിടെ 60 രൂപയാണ് പറഞ്ഞത്, അത്ര റേറ്റ് ഉണ്ട്. ഇവിടെ ലോഡ് എടുക്കാനും മറ്റും ഇപ്പോഴും കാളവണ്ടി മറ്റും യൂസ് ചെയ്യുന്നുണ്ട്. കുട്ടികൾക്കൊക്കെ ഇതൊരു പുതിയ അനുഭവമായിരുന്നു കേട്ടോ. അങ്ങനെ ഞങ്ങൾ ഓട്ടോയിൽ കയറി നമ്മൾ പോയിക്കൊണ്ടിരിക്കുകയാണ്. 10 പേരും ഞെരങ്ങി ഒറ്റ ഓട്ടോയിൽ ഇരുന്നിട്ടാണ് നമ്മുടെ യാത്ര. പക്ഷെ പുറത്തെ കാഴ്ചകളൊക്കെ നല്ല സൂപ്പറായിരുന്നു. ഇത് ഉപ്പുപാടാണ്, ശരിക്കും ഉപ്പൊക്കെ എടുത്തിട്ട് അവരവിടെ കുന്നുകൂട്ടി ഇട്ടിട്ടുണ്ട് ഗൈസ്. നിറയെ മയിലുകളാണ്. അതാണ് ഇവിടുത്തെ, നമ്മുടെ ഇവിടെയൊക്കെ കാക്കകളെ കാണുമ്പോൾ നിറച്ച് മയിലുകളായിരുന്നു. മയിലും പെൺമയിലൊക്കെ ഇങ്ങനെ നിന്ന്, ആൺമയിലൊക്കെ ഇങ്ങനെ പീലി വിടർത്തി ഡാൻസൊക്കെ ചെയ്യുമായിരുന്നു. അങ്ങനെ എന്തെങ്കിലും നമ്മൾ ഉപ്പുപാടമൊക്കെ കടന്ന് കവർ ചെയ്ത് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുവാണ്. ഈ ചെളിയാണ് നമ്മൾ കറിയിലൊക്കെ ഇട്ട് ടേസ്റ്റ് കൂടാൻ വേണ്ടി. അങ്ങനെ നമ്മൾ 4 മണിയായപ്പോൾ ഏർവാടി ദർഗയുടെ തൊട്ടടുത്ത് എത്തിയിട്ടുണ്ട്. അപ്പോൾ ഇവിടെ നമ്മുടെ നാട്ടുകാരനായ ഒരു പെരുമ്പാവൂരുകാരൻ നടത്തുന്ന ഒരു ഹോട്ടലിലാണ് നമ്മളുടെ സ്റ്റേ. ഇതിന് മുന്നേ വന്നപ്പോഴും നമ്മൾ ഇവിടെ തന്നെയാണ് താമസിച്ചത്. റൂമിന് 1500 രൂപയായിരുന്നു. നല്ല നീറ്റ് ആൻഡ് ക്ലീൻ റൂമാണ്. അത് മാത്രമല്ല ബാത്റൂമും നല്ലതാണ്. നമ്മൾ എവിടെ പോയാലും ബാത്റൂമാണ് മെയിനായിട്ട് നോക്കുക. അങ്ങനെ റൂമൊക്കെ എടുത്തു. ഇവിടെ വന്നപ്പോഴാണ് ഞങ്ങൾ അറിയുന്നത് 2 ദിവസം കൂടി കഴിഞ്ഞ ചന്ദനക്കുടമാണ് ഇവിടെ നിന്ന്. അതുകൊണ്ട് തന്നെ നിറയെ കടകളും കുട്ടികളുടെ റൈഡുകളൊക്കെ കൊണ്ട് നിറച്ച് വെച്ചിരിക്കുകയാണ്. അതിൻ്റെ ഒരു വെൽക്കം ബോർഡൊക്കെ അവർ ഇലയിലും ഫ്രൂട്ട്സൊക്കെ വെച്ച് ഡെക്കറേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. ഇതാണ് നമ്മളെടുത്ത റൂം. 2 ബെഡ് ഉണ്ടായിരുന്നു. നമ്മൾ 10 പേര് ഇതിൽ തന്നെയാണ് കിടന്നത്. വേറെ റൂമും കാര്യങ്ങളൊന്നും എടുത്തിട്ടുണ്ടായില്ല. ഒറ്റ ദിവസത്തെ കാര്യമാണല്ലോ. അങ്ങനെ നമ്മളൊന്ന് ഫ്രഷൊക്കെ ആയി രാത്രി ആയപ്പോഴാണ് പുറത്തേക്ക് ഇറങ്ങിയത്. അപ്പോഴേക്കും എല്ലായിടത്തും ലൈറ്റൊക്കെ ഇട്ട് നല്ല സെറ്റപ്പാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. ഇവിടെ പനങ്കരിക്ക് അഥവാ നൊങ്ക് കിട്ടിയിരുന്നു. അത് 50 രൂപയ്ക്ക് 10 എണ്ണമാണ് ഇവിടെ കിട്ടിയിരുന്നത് കേട്ടോ. കുട്ടികളുടെ കളിപ്പാട്ടങ്ങൾക്കൊക്കെ നല്ല വിലക്കുറവുണ്ടായിരുന്നു. മമ്മൂന് ഈ ഒരു കാറ് വാങ്ങിയിട്ടുണ്ടായി. അവൻ ബഹളം ഒച്ചപ്പാടായിട്ട് വാങ്ങിക്കൊടുത്താണ്. അതിന് 150 രൂപയാണ് വാങ്ങിയത്. പിന്നെ കുട്ടിക്ക് ഇങ്ങനെ തലയിൽ വെക്കുന്ന ഒരു ക്രൗൺ വാങ്ങിയിട്ടുണ്ടായി, ഇങ്ങനെ തിളങ്ങുന്ന ലൈറ്റൊക്കെ ഉള്ള LED ബൾബ് പിടിപ്പിച്ചത്. അതിന് 20 രൂപയാണ് റേറ്റ് വന്നത്. അങ്ങനെ അതൊക്കെ വാങ്ങിച്ചു കൊടുത്തു. എനിക്ക് തോന്നുന്നു മമ്മ എപ്പോഴും പറയും ഈ ബർത്ത്ഡേ ആകുമ്പോൾ കാറ് വേണമെന്ന് പറയും. എല്ലാ ആഴ്ചയിലും കാറ് വാങ്ങല. ഞങ്ങൾ ഇവിടെ കുറച്ചുകൂടി സ്റ്റേ ചെയ്യണമായിരിക്കും ഞങ്ങൾക്ക് സേഫ്. അതാകുമ്പോൾ ഇങ്ങനെ ചെറിയ റേറ്റിൻ്റെ കാറ് വാങ്ങിച്ചു കൊടുത്താൽ മതിയല്ലോ. അങ്ങനെ നമ്മൾ നടക്കുവാണ്. ഇതിലൂടെ നടക്കാൻ നല്ല രസമാണ്. നല്ല തിരക്കാണ്. രാത്രി പകൽ അങ്ങനെ വ്യത്യാസമൊന്നുമില്ല. 3 മണി വരെ അവിടെ നിറയെ ആളുകളായിരുന്നു. അതേ പിന്നെ ഞങ്ങൾ കിടന്നുറങ്ങി. ഇതാണ് അതിൻ്റെ ഫ്രണ്ട് വശം. പിന്നെ കുറേ ജാഗറി കടകളും അങ്ങനെ കുറേ കടകളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ കുട്ടികളുടെ റൈഡുകൾ കുറേ ഉണ്ട്. അങ്ങ് അറ്റ ഭാഗത്തൊക്കെ തൊട്ടിയാട്ടവും മറ്റേ വഞ്ചിയൊക്കെ ആയിട്ട് കുറേ ഡെക്കറേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇവിടെ എല്ലാവരും ഇങ്ങനെ തിരക്കാണ്, ഓരോന്ന് ചെയ്യുന്ന തിരക്കിലാണ്. നമ്മൾ നൊങ്ക് വാങ്ങിയതാണ്. 50 രൂപയ്ക്ക് 10 എണ്ണമാണ് കിട്ടിയത് ഗൈസ്. അങ്ങനെ അതൊക്കെ വാങ്ങി നമ്മൾ അതിലൂടെ കുറേ നടന്ന് നല്ല രസമായിരുന്നു. വർത്താനം പറഞ്ഞ് ഞങ്ങൾ ശരിക്കും എൻജോയ് ചെയ്തു. ഇവിടുത്തെ പ്രശ്നങ്ങളും എല്ലാത്തിൽ നിന്നുള്ളൊരു റിലീഫായിരുന്നു.
അങ്ങനെ ഒരു 12 മണിയൊക്കെ ആയി. കറക്കമൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ വല്ലതും വലിച്ചു വാരി തിന്നാൻ വേണ്ടി അത്ര വിശപ്പോടി ഒരു നേരം ഇന്ന് ഭക്ഷണം കഴിച്ചേക്കണം, അങ്ങനെ കഴിക്കാൻ വേണ്ടി വന്നതാണ്. ഒരു മലയാളി നടത്തുന്ന ഹോട്ടലായിരുന്നു. ഞങ്ങൾ താമസിച്ച ബർക്കത്ത് ഹോട്ടലിന് നേരെ ഓപ്പോസിറ്റ് ആയിട്ടൊരു തട്ടുകട. ഫ്രൈഡ് റൈസാണ് ഞങ്ങൾ കഴിച്ചത്. ഫ്രൈഡ് റൈസ് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. 100 രൂപ റേറ്റ് വന്നുള്ളൂ. റേറ്റ് അടിസ്ഥാനത്തിൽ നമുക്ക് ഇതിൻ്റെ ക്വാളിറ്റിയും ടേസ്റ്റും പറയാൻ പറ്റില്ലായിരുന്നു, കാരണം അത്ര ടേസ്റ്റ് ഉണ്ടായിരുന്നു. പിന്നെ കൊത്തു പൊറോട്ട ട്രൈ ചെയ്തു, തമിഴന്മാരുടെ അവിടുത്തെ സ്റ്റൈൽ നല്ല രസമുണ്ടായിരുന്നു. അങ്ങനെ ഫുഡൊക്കെ കഴിച്ചു. നമ്മൾ പിന്നെയും ഒന്ന് കറങ്ങി കുറച്ച് അലുവയും കാര്യങ്ങളൊക്കെ വാങ്ങിയിട്ട് ഒരു 2 മണിയൊക്കെ ആയപ്പോൾ നമ്മൾ റൂമിലേക്ക് വന്നു. എന്നിട്ട് വർത്താനം പറഞ്ഞൊക്കെ ഇരുന്ന് 3 മണിയായപ്പോഴാണ് ഉറങ്ങിയത് ഗായ്സ്. അങ്ങനെ പിറ്റേ ദിവസം 7:30 ആയപ്പോഴേക്കും ഞങ്ങൾ ഫ്രഷായി നമ്മൾ അവിടെ നിന്ന് പോരുവാണ്. ഇനി നേരെ രാമേശ്വരത്തേക്കാണ് നമ്മുടെ യാത്ര, ധനുഷ്കോടിയിലേക്ക്. അപ്പോൾ അവിടുത്തെ വിശേഷങ്ങളൊക്കെ പുറകെ വരുന്നുണ്ട്. ഇവിടുത്തെ ഓട്ടോയില് ഇങ്ങനെ സെറ്റിംഗ് ആണ്, ഇവിടെ ഇരിക്കാം. അപ്പൊ ഞങ്ങളെല്ലാവരും 10 പേര് ഇതിലാണ് കയറാൻ പോണത്. ഇട്ടിയായി. ഡ്രൈവർ ചേട്ടൻ വരുന്നുണ്ടോ? പണ്ട് ഞങ്ങൾ കൊണ്ടുപോകുന്നതിനാ. കിടിലൻ രാമേശ്വരം വിശേഷങ്ങളുമായി അടുത്ത വീഡിയോയിൽ കാണാം. അതുവരേക്കും സ്റ്റേ ട്യൂൺ. ബൈ. യാത്രകൾ ഇതുപോലെ തുടർന്നുകൊണ്ടേയിരിക്കട്ടെ.